നിയമപരമായ വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടി ജഗന്റെ നേതൃത്വത്തിലുള്ള ഭരണം രൂപീകരിച്ച വഖഫ് ബോർഡ് ആന്ധ്രാപ്രദേശ് സർക്കാർ പിരിച്ചുവിട്ടു. ആന്ധ്രാപ്രദേശ് സർക്കാർ സംസ്ഥാന വഖഫ് ബോർഡ് പിരിച്ചുവിട്ടു. പകരം TDPയുടെ ഷെയ്ഖ് അബ്ദുൾ അസീസ് അധ്യക്ഷനായ പുതിയ ബോർഡ് സ്ഥാപിച്ചു. നേരത്തെയുള്ള ബോർഡിന്റെ ഭരണഘടനയ്ക്കെതിരായ നിയമപരമായ വെല്ലുവിളികളെ തുടർന്നാണ് ഈയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ മുൻ YSR കോൺഗ്രസ് പാർട്ടി സർക്കാർ രൂപീകരിച്ച സംസ്ഥാന വഖഫ് ബോർഡ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. 11 അംഗ ബോർഡ് സ്ഥാപിതമായ 2023 ഒക്ടോബർ മുതൽ ജിയോ പിൻവലിച്ചുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നവംബർ 30 ശനിയാഴ്ച സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് YS ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ വഖഫ് ബോർഡ് രൂപീകരിച്ചിരുന്നു. 11 അംഗങ്ങളിൽ 3 പേർ തിരഞ്ഞെടുക്കപ്പെട്ടു. ബാക്കിയുള്ളവർ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും ബോർഡ് രൂപീകരിക്കുന്ന പ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന ഒരു ഹർജി 2023 നവംബർ 1 ബോർഡിന്റെ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നത് സ്റ്റേ ചെയ്യാൻ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി നയിച്ചു. സംസ്ഥാന വഖഫ് ബോർഡിന്റെ ദീർഘകാല പ്രവർത്തനമില്ലായ്മയും ഭരണഘടനാ പ്രക്രിയയുടെ നിയമസാധുത സംബന്ധിച്ച് നിലവിലുള്ള നിയമപരമായ വെല്ലുവിളികളും സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എടുത്തു കാണിച്ചതായി നിലവിലെ സർക്കാർ പുറത്തിറക്കിയ ജിയോയിൽ പറയുന്നു. സർക്കാർ പറയുന്നതനുസരിച്ച് നേരത്തെയുള്ള ജിയോ പിൻവലിക്കാനും ഭരണപരമായ ശൂന്യത തടയാനുമുള്ള തീരുമാനത്തിന് പ്രേരിപ്പിച്ചു. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ സൂക്ഷ്മമായി പരിഗണിച്ചാണ് പിൻവലിച്ചതെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറിയായിട്ടുള്ള കാറ്റി ഹർഷവർദ്ധൻ പുതിയ ജിയോയിൽ വിശദീകരിച്ചു. ആന്ധ്ര സർക്കാർ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി പറഞ്ഞിരുന്നു. ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്ത ഹൈക്കോടതിയിൽ ഉയർന്ന നിയമപരമായ വെല്ലുവിളികളെ തുടർന്നാണ് മുൻ ജിയോ റദ്ദാക്കാൻ കൂട്ടുകക്ഷി സർക്കാർ തീരുമാനിച്ചതെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി NMD ഫാറൂഖ് കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിനും മാനേജ്മെന്റിനും ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനും പ്രതിജ്ഞാബദ്ധമാണ്. സർക്കാർ ഈ ദിശയിലാണ് നടപടികൾ സ്വീകരിക്കുന്നതെന്നും ഫാറൂഖ് പറഞ്ഞു. സെപ്റ്റംബറിൽ TDPയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ TDP നേതാവ് ഷെയ്ഖ് അബ്ദുൾ അസീസിനെ ആന്ധ്രാപ്രദേശ് വഖഫ് ബോർഡ് ചെയർമാനായി നിയമിച്ചിരുന്നു. നെല്ലൂർ മുൻ മേയറും നിലവിൽ നെല്ലൂർ പാർലമെന്റ് മണ്ഡലത്തിൽ TDP പ്രസിഡന്റുമായ അബ്ദുൾ അസീസ് മുൻ ബോർഡ് പിരിച്ചുവിട്ടതിനെ തുടർന്ന് പുതിയ ബോർഡിന്റെ ചുമതല ഏറ്റെടുത്തേക്കും. വഖഫ് ഭേദഗതി ബില്ല് 2024 നടന്ന ചർച്ചയെ തുടർന്നാണ് ഈ തീരുമാനം സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടത്. ആന്ധ്രാപ്രദേശ് സംസ്ഥാന വഖഫ് ബോർഡ് സംസ്ഥാനത്തെ NDA സർക്കാർ പിരിച്ചുവിട്ടതിനെ BJP നേതാവ് അമിത് മാളവ്യ അഭിനന്ദിച്ചു. BJPയുടെ ദേശീയ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി വകുപ്പിന്റെ ചുമതലയുള്ളയാളാണ് ഈ സംഭവ വികാസത്തോട് പ്രതികരിച്ചത്. 2024 വഖഫ് ഭേദഗതി ബില്ലിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അദ്ദേഹം എക്സിൽ കുറിച്ച കാര്യമെന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് സർക്കാർ വഖഫ് ബോർഡ് പൊളിച്ചുവെന്നും മതേതര ഇന്ത്യയിൽ ഒരാളുടെ നിലനിൽപ്പിനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യവസ്ഥയും ഭരണഘടനയിലില്ല എന്നുമാണ് അമിത് മാളവ്യ എക്സിൽ കുറിച്ച കാര്യമെന്ന് പറയുന്നത്.